creeping every day. Things that go bump in the night, but you say I'm beside you. All my doubtful designs caving in. You saw me out on a ledge and you said I'm beside you. I'm beside you. I'm not going anywhere. I can't help I was raised by the wolves. Amen. കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകുകയും ചെയ്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് സ്തുതിക്കാം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലായ്പ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് നൽകുവാൻ ക്രൈസ്തവ യുവതി യുവാക്കൾ അതിനായി പരസ്പര സമ്മതം നൽകുന്ന അവസരത്തിൽ പ്രത്യേകം ദൈവാനുഗ്രഹം അവർക്കായി ആവശ്യമാകുന്നു. നമ്മുടെ ഈ മകന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിനും ദൈവകൃപ ലഭിക്കുന്നതിനുമായി ഇവനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. കർത്താവിൻ്റെ സുവിശേഷം. മധ്യസ്ഥ പ്രാർത്ഥന. ക്രിസ്തുവിന്റെ പിതാവിൻ്റെയും മക്കളും ലോകത്തിന് മുഴുവനും അവിടുത്തെ സാക്ഷികളുമാകുവാൻ തക്കവിധം പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോടു കൂടി നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് സ്നേഹത്തിൽ നിന്നും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹപിതാവേ, ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരായ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങനെ മക്കളെന്നറിയപ്പെടുവാൻ തക്കവിധം അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹദാത, അങ്ങയുടെ സ്നേഹത്തിന് എന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിനും സർവ്വത സന്തോഷം കണ്ടെത്തുവാൻ കുടുംബജീവിതത്തിന് ഒരുങ്ങുന്ന ഈ മകനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മസ്വരൂപനായ ദൈവമേ, അങ്ങേ പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിച്ചുവല്ലോ. ഈ മകനെ കെട്ടിപ്പടുക്കുവാൻ പോകുന്ന കുടുംബജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നിവർത്തിക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സഹായം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ തന്റെ രഹസ്യത്തിലൂടെ സഭയെ തന്റെ മണവാട്ടിയെ സ്നേഹിക്കുകയും അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്ത് സുരക്തത്തിലൂടെ വിശദീകരിച്ച് നിർമ്മലമാക്കുകയും ചെയ്തുവല്ലോ. വിവാഹമെന്ന കുദാശയിലൂടെ
ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ പോകുന്ന ഇന്നേ ദിനം ഒന്നിക്കുന്ന ഈ മക്കളെ തങ്ങൾ പരസ്പരം ഉണ്ടായിരിക്കുന്ന സ്നേഹത്തിന് അങ്ങയുടെ മാതൃക സ്വീകരിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. നിമിഷം മൗനമായി ഇന്നേ ദിനം വിവാഹ തീരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളോട് ചെയ്യുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ. രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാലനയിൽ അങ്ങേ മകൻ വിവാഹം എന്ന കുദാശയിലൂടെ അങ്ങേ സ്നേഹത്തിന് അനുരൂപമായി തീരുകയാണല്ലോ. അങ്ങയുടെ സഹായത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിവാഹം എന്ന കുദാശയ്ക്ക് ഒരുങ്ങുന്ന ഈ മകൻ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ സമ്പന്നമായി പരസ്പര ബഹുമാനത്തിലും സ്നേഹത്തിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. I can't help, I was raised by the wolves. I was running, I was wild, and you pulled me beside you. And I had fire on my heels, on my back. Out in the dark woods, you told me that I'm beside you. I'm beside you. I'm not going anywhere. എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടെ നിന്നെ വേടന്റെ കണിയിൽ നിന്നും മാരകമായ മഹാമാരിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് അവിടെ നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നിവാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവർ നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളെ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെ സർപ്പത്തെ നീ ചവിട്ടിമെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും.